ഇവനാണ് ടോണി മോൻ. ഞാനിട്ട പേരാണ് ഇത്. നമ്മുടെ വീട്ടിൽ ഇവർക്കൊക്കെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം രാത്രിയിൽ വന്നതാണ്. ഇവിടെ പടലിയെല്ലാം നല്ല മുറിഞ്ഞത് കണ്ടവൻ്റെ പടൽ മുറിവ് കണ്ടവരിഞ്ഞ് പടലിയെല്ലാം മുറിഞ്ഞ് പിന്നെ പുഴു അരിച്ച അവസ്ഥയിലായിരുന്നു. ഞാൻ അവന് 2 മാസം കണ്ടിന്യൂസ് മരുന്ന്. അതുകൊണ്ടോ ഇവനകത്ത് കയറിയ ചോറ് കഴിക്കത്തുള്ളൂ. അവന് വെള്ളം വെച്ചിരിക്കുക. ഭയങ്കര അടുപ്പമാണ്. ആരോ വളർത്തിയ പട്ടിയാണ്. അതിന് നമ്മളോട് ഭയങ്കര അടുപ്പമാണ്. നമ്മുടെ അടുത്ത് വരികയും നമ്മളോട് കൊഞ്ചുകയും ഒക്കെ ചെയ്യും. കണ്ടില്ലേ എൻ്റെ അടുത്ത് നിന്ന് വെള്ളം കുടിക്കാൻ എൻ്റെ തല കണ്ടോ. ഇപ്പോൾ തലയെല്ലാം കരിഞ്ഞ് 2 മാസം ഞാനതിന് മരുന്ന് കൊടുത്ത്. അപ്പോൾ അവനെ ആദ്യത്തെ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം എൻ്റെ പടം. പിന്നെ ഇതാ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വന്ന് എന്നും ചോറ് ഇവർ കഴിക്കുന്നതാണ്, എന്നും വരുന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നക്കാതെ എൻ്റെ കയ്യിൽ എൻ്റെ നക്കത്തിൻ്റെ പുറകെ. അപ്പോൾ ഇവർക്കെല്ലാം ചോറ് കൊടുത്ത കൂട്ടത്തിലാണ് ഇവൻ വന്നത്. ഇവർക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ അകത്ത് കയറുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് മോള് പറഞ്ഞു, അമ്മ ഏതാണ്ടൊരു പട്ടി വേറെണ്ണം വന്നിരിക്കുന്നു. നോക്കിയപ്പോൾ ഇവൻ അവൻ്റെ തല മൊത്തം പുഴു അരിച്ച് അവസ്ഥയിലായിരുന്നു. പിന്നെ പുഴുവിന് ഞാൻ അന്നേരം തന്നെ അകത്ത് കയറി വന്ന് ഇവിടെ മരുന്നിരിപ്പുണ്ട് എൻ്റെ ടിൻറ്റുവിന് കൊടുക്കാനുള്ളത്. അത് കൊടുത്ത് അങ്ങനെ എല്ലാ ദിവസവും അവൻ വന്ന് മരുന്ന് കൊടുത്ത് 2 മാസം അവന് ഫുൾ ട്രീറ്റ്മെൻറ്റ് നടത്തി. അവൻ്റെ തലയെല്ലാം കരിഞ്ഞതാണ് ഞാനവന് പിന്നെ ടോണി മോനെന്ന് പേര് വിട്ടു. അവനകത്ത് നിന്ന് ചോറായത്. ഒക്കെ എല്ലാവരും പുറത്ത് നിന്ന് അവർ അതിന് ഈ ചോറൂടെ തിന്നാൻ. അവന് ഇന്നത്തെ ചോറ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ നായാണേ. അതുകൊണ്ട് അവനങ്ങോട്ട് പിടിക്കുന്നില്ലാണ്ട് അടുത്തത് എത്തി തിന്നാൻ നോക്കുക. അവർക്കെല്ലാം ഞാൻ ചോറ് കൊടുത്ത്. അവർക്കെല്ലാം കൊടുത്ത ചോറാണ്. ഒരു ചെരുവൻ ചോറ് ഞാൻ ഇവർക്കെല്ലാം കൂടെ പുരട്ടി. നമ്മുടെ നായ്ക്കും ഇവനും എല്ലാം ഇവർക്കും ഒരേപോലെ ചോറ് കൊടുക്കുന്നത് രാത്രിയിൽ. അപ്പോൾ എല്ലാവരും തിന്നിട്ട് ഇതിലൂടെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇനി കുറേ നേരം കഴിഞ്ഞേ ഇവർ പോകത്തുള്ളൂ ഇവിടുന്ന്. ഇതാണ് എൻ്റെ നായ്ക്കുട്ടികളുടെ വിശേഷം. കണ്ടില്ലല്ലോ അവൻ നിൽക്കുന്നത്. അവനാണ് ഇപ്പോഴത്തെ വലിയ ആളവൻ. ഓടി അകത്തോട്ടേക്ക് കയറും. നമ്മുടെ സിറ്റൗട്ടിലൊക്കെ കയറുക ആധികാരികമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോനിങ്ങോ ടോണി മോനിങ്ങോ അമ്മച്ചി ടോണി മോനിങ്ങോ ഓടി 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 കണ്ടോ വരുന്നുണ്ടോ. കയറി അവൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന അവസ്ഥയാണിത്. അവൻ ഓടി നടക്കും. അവന് വേദന കൊണ്ട് സഹിക്കാൻ വേണ്ടില്ലേ. ഞാനോർത്ത് ഇവനങ്ങ് മരിച്ചു പോകുന്നു. 2 ദിവസം എനിക്ക് ഉറക്കമില്ലായിരുന്നു. പുഴു വളർന്ന് വീഴുക. വേദന കൊണ്ട് അതിന് തിന്നാൻ വയ്യ. അത് ആരോ വളർത്തിയ പട്ടിയാണ്. അവൻ്റെ പെടലി ഇങ്ങനെ മുറിഞ്ഞ് പുഴു അരിച്ച അവസ്ഥയായപ്പം അവരവനെ കൊണ്ട് കളഞ്ഞത്. അപ്പോൾ എന്തായാലും എൻ്റെ അടുക്കൽ വന്ന് ഇവിടെ ചോറ് കൊടുക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഇവിടെ തന്നെ വന്നത് കാര്യം. അതോ ഇവിടെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇവിടെ ചോറ് കൊടുക്കുന്നെന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവിട്ടാന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വ്യാജിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടായിരുന്നു. അവൻ്റെ അസുഖം ഭേദമായി കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. ആരുടെയും ഒരു പ്രതികരണമില്ല. പിന്നെ ഇവിടെ എന്നും രാത്രി വരും, പകൽ കൊടുക്കത്തില്ല ഞാൻ ചോറ്. കാരണം ഇവിടെ ഒരു വില്ലനുള്ളതുകൊണ്ട് അവനോട് കടിയിടും. രാവിലെ ഇടയ്ക്ക് ഒരു ദിവസം രാവിലെ ഒന്ന് വന്നു. ഇവിടെ അവനൊന്ന് കിടക്കാനൊരു ഇടമാണ്. ഇവിടെ അകത്ത് കയറി ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ ഞാനങ്ങ് പറഞ്ഞു വിടുമ്പോൾ അവർ രണ്ടുകൂടെ കടിയാണ്. പിന്നെ ഇപ്പം രാത്രിയിലെ വരത്തുള്ളൂ. ആ സമയമാകുമ്പോൾ ഇവിടെ വരും. ഇപ്പം നേരത്തെ 10-12 മണിക്കൊക്കെ ഉറങ്ങിച്ചു. ഇപ്പം 11 മണിയാകുമ്പോഴത്തേനും ഇവരെല്ലാം വരും. അങ്ങനെ ചോറ് തിന്നുകൊണ്ട് ഇവർക്ക് കിടക്കാൻ ഇടവില്ലല്ലോ. ഞാൻ കയറ്റി കിടത്തിയാണ് എല്ലാത്തിനെയും. പക്ഷെ നമ്മുടെ ഇവനെ എന്തോ ചെയ്യും, ടിൻറ്റുവിനെ എന്തോ ചെയ്യും. എനിക്ക് വിഷമം എന്ത് ചെയ്യാനൊക്കെ. അതുങ്ങളിവിടെ കിടക്കുന്ന ആരെങ്കിലും വണ്ടിയിൽ ഇതിലേ പോകുമ്പോൾ അവർ ഓടിപ്പോവും. അങ്ങനെയാണ് അവരുടെ അവസ്ഥ. പാവത്തുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അവരെ കല്ലെറിയാതിരുന്നാൽ മതി. അവരിങ്ങനെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് തിന്നങ്ങ് ജീവിച്ച് പോകും. അവരിന്ന് ഈ ടോണി ചോറ് തിന്നാൻ മടിച്ചത്. എന്നും മുളക് കറിയാണ്. മുളകിനകത്തിട്ട് വെക്കുന്ന മീൻ കറിയാണ് ഇവർക്ക് കൊടുക്കാൻ. ചാറും മീനും എല്ലാം കൂടെ ഉടച്ച് പുരട്ടി ചോറിനകത്തെല്ലാം ആക്കും. ഇന്ന് പിന്നെ പറ്റിച്ച മീനായതുകൊണ്ട് തന്നെ തലയെടുത്ത് വേറെ പറ്റിച്ച് അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ടും ചോറിനൊരു കളറില്ല. അതുകൊണ്ടാണ് ടോണി മോൻ തിന്നാൻ മടിക്കുന്നത്. അത് കളറില്ല. മറ്റേ ചുമന്നിരുന്നാലേ അവൻ തിന്നത്തുള്ളൂ. മീൻ ഇട്ട് പുരട്ടിയ ചോറായിരുന്നു ഇന്ന്. ഞാൻ എവിടെയെങ്കിലും പോയിച്ച് വന്നാൽ ഇവർക്ക് രാത്രി 2 മണിയായി വരുവാണെങ്കിലും ഞാൻ ഇവർക്ക് ചോറ് വെച്ച് ഞാൻ ഗേറ്റിലിട്ടടിക്കുമ്പോൾ ഇവരെല്ലാം ഓടി വരും. കൊടുക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവർക്ക് ചോറ് കൊടുക്കുന്ന പേപ്പറായത്. പാത്രം വെക്കാൻ പറ്റത്തില്ല, നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടല്ലേ. പേപ്പറിലാണ് അവർക്ക് ചോറ് കൊടുക്കുന്നത്.
ഞാൻ വരുന്ന ആ സമയത്ത് അവർക്ക് മീനൊക്കെ ശേഖരിച്ച് വെച്ചേക്ക് അവർക്ക് കൊടുക്കാനായിട്ട്. ചോറ് വെച്ച് ഞാൻ അവർക്ക് രാത്രി ഗേറ്റിലിട്ടടിക്കുമ്പോൾ അവർ എവിടെ നിന്നാലും അവർ ഓടി വരും. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോയപ്പം എനിക്ക് തോന്നുന്നു ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് ഇനിയും കൊടുക്കും എന്ന് പ്രതീക്ഷയുണ്ട്. ഇവളും ഗർഭിണിയാണ്, ഇവിടെ കിടക്കുന്നവളും ഗർഭിണിയാണ്. ഇവളിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അവളും ഗർഭിണിയാണ്, ഉണ്ടായിരിക്കുന്നവൾ ഇപ്പം പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളിവിടാമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇപ്പോൾ പകല് ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കത്തില്ല. പണ്ട് ഞാൻ ജോലിക്ക് പോയിട്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്കായിരുന്നു ചോറ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു പൂച്ച, നമ്മൾ വാത്സല്യത്തോടെ ആദ്യമായിട്ട് വളർത്തിയൊരു പൂച്ചയാണ്. ഒരു ചോറും തിന്നേച്ച് ഇവിടെ ആ മതിലിരുന്ന് അവിടെ നിന്ന് വലിച്ചിറക്കി കടിച്ചു വന്നു. അതേ പിന്നെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാതെ പിന്നെ എനിക്ക് വിഷമം, അവരോടൊക്കെ വന്ന് നിൽക്കും. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ തുടർന്ന് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 6 മാസത്തിന് മുമ്പ് എൻ്റെ വേറൊരു പെറ്റ് അമ്മപ്പൂച്ചയായിരുന്നു. അവളെന്നും 6 മാസം 3 മാസം കൂടുമ്പോൾ പ്രസവിച്ചുകൊണ്ടിരുന്ന അവളെ ഗർഭിണിയായിരുന്നു. അവളെ ഇവർ കടിച്ചു വന്നു ഒരു ദിവസം രാത്രി. അങ്ങനെ അവരുടെ 2 കുഞ്ഞുങ്ങളിവിടെ പെറ്റായിട്ട് എൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ ഉണ്ട്. അവർ പെറ്റായിട്ട് വളർത്തിയതാണ്. അവരെയും ഇവർ തള്ള കടിച്ചു വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെയും ഓരോ ദിവസമായിട്ട് കടിച്ചു വന്നു. അങ്ങനെ പിന്നെ ഒരു വെള്ളപ്പൂച്ച, ഒരു കറുത്ത പൂച്ച മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും ഇവർ കൊന്ന്. അങ്ങനെ 2 ദിവസം ഞാൻ അവർക്ക് ചോറ് കൊടുത്തില്ല. എനിക്ക് വിഷമം എൻ്റെ പൂച്ച കൊന്നതുകൊണ്ട്. പിന്നെ എനിക്ക് സങ്കടം, ദൈവമേ കഷ്ടമില്ല, അത് നിങ്ങൾക്കറിയാവോ, ഇവിടുത്തെ പട്ടിയായിരുന്നു. പിന്നെ അവർക്ക് ഞാൻ വീണ്ടും ചോറ് കൊടുക്കാൻ കണ്ട് കിടക്കുന്നുണ്ടാവുന്നു. ഞാനിപ്പോൾ ദിവസവും ചോറ് കൊടുക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ കറുത്ത പൂച്ച, എൻ്റെ കുട്ടാപ്പി ഇപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ കണ്ടിട്ട് അത് ഒരു പിടിച്ച് കടിച്ച് കൊന്നാന്ന് എനിക്ക് തോന്നുന്നു. അവനിവിടെ നിൽക്കത്തില്ല, എല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് ശീക്കരം അങ്ങ് ഇറങ്ങിപ്പോവും. ഇപ്പോൾ എനിക്കൊരു തക്കുടു മാത്രം ഉണ്ടാവും. പാവം ആ വെള്ളപ്പൂച്ച അവനകത്തുണ്ട്. എന്നെപ്പോഴും എൻ്റെ കീഴിൽ അവൻ തിന്നും കുടിച്ചും ഒക്കെ ഇരിക്കണം. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാം, ഇവരെല്ലാം പെണ്ണുങ്ങളാണ്. ഈ കിടക്കുന്നവനും ഇവനാണ് ഇവിടുത്തെ അമ്മാവന്, ഇവരുടെ അമ്മാവന്. പക്ഷെ ഇവരുടെ എല്ലാം ഭർത്താവുമാണ്. ഇവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എല്ലാം അച്ഛനുമാണ്. പിന്നെ ലവനാണ് ടോണിമോൻ. ബാക്കി രണ്ട് ഇവർ 4 പേരും ഉണ്ട്. ഇവർ 3 പേര്, ഇവള് പെണ്ണാണ്. വേണ്ട കിടക്കുന്നത് കുഞ്ഞായിരുന്നു. ഇപ്പം ഏകദേശം 8 മാസം പ്രായം കാണത്തേ ഉള്ളൂ. അവളിപ്പോൾ പ്രഗ്നൻ്റാണ്. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ് മോളെ, കിടന്ന് അമ്മച്ചൊന്നും ചെയ്യത്തില്ല ഉണ്ട്. അവളിപ്പോൾ പ്രഗ്നൻ്റാണ്. ഇനി ഇവരോരുത്തരും പ്രഗ്നൻ്റ് ആവും, എവിടെയെങ്കിലും പോയി പ്രസവിക്കും. പിന്നെ അവരങ്ങനെ അതേ രീതിയിലൊക്കെ അങ്ങ് പോകും. പക്ഷേ ഇവർ ഒരു 4 വർഷം കൊണ്ട് തുടർച്ചയായിട്ടുള്ള നായ്ക്കുട്ടികളാണ്. അതിലേക്ക് കിടക്കുന്നവളാണ്. ഇപ്പോൾ 6 മാസം പ്രായമായതേ ഉള്ളൂ. പിന്നെ ഇവനിപ്പം വന്നിട്ട് ഏപ്രിൽ ഇവിടെ വന്നതാണ്. ഇതെല്ലാം 2 പേരങ്ങ് പോയി. അപ്പം അവർക്ക് ചോറ് കൊടുക്കാൻ നേരത്ത് എൻ്റെ കുട്ടനെ ഇവിടെ കെട്ടിയിടും. അല്ലെങ്കിൽ ഇവനും അങ്ങ് ഇറങ്ങി അവരുടെ കൂടെ പോയിട്ട് പിന്നെ രാത്രി ആയാലും വരത്തില്ല. അവനെ കാത്തി ഞാനിവിടെ കുത്തിയിരിക്കണം. അപ്പോൾ അവിടെ കെട്ടിയിട്ട് എൻ്റെ ദേഷ്യത്തിരിക്കും. ഇനിയിപ്പോൾ അവർക്കെല്ലാം ചോറ് കൊടുത്തവരെ പറഞ്ഞു വിട്ട് ഞാനിപ്പോൾ അവനെ അഴിച്ചു വിടും. അവനെ ചക്കര എന്നാ വെച്ചിട്ട് ചക്കര പൊണ്ണ കേട്ടാ വന്നെൻ്റെ തക്കുടു. എവിടെ സ്ഥലമാകും എൻ്റെ കസാരയുടെ അടി ഭാഗം. ഞാൻ അടുക്കളയിരിക്കുന്ന കസാരയുടെ അടിച്ചാണ് എൻ്റെ സ്ഥാനം. എന്നെ തിന്നില്ല, എപ്പോഴും ഒന്നും തിന്നോണ്ടിരിക്കില്ല. കോഴിയുടെ കൂട്ടാ, കോഴിക്കുഞ്ഞാൻ്റെ വയറ്റിൽ